അപ്പോൾ ഇന്ന് നമ്മൾ പിടിയും കോഴിയാണ് ഉണ്ടാക്കാൻ പോകുന്ന രാത്രി. കുറേ നാളത്തെ ആഗ്രഹം. ഞാൻ വിചാരിച്ചു എന്ത് മടി വന്നാലും ഇന്ന് ഉണ്ടാക്കണം, പിടിയും കോഴിയും കഴിക്കും. പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കട്ടി തേങ്ങാപ്പാൽ കേട്ടോ, 1-ാം പാല് 2-ാം പാലൊന്നൊന്നുമില്ല, കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പിടി വേവിച്ചെടുക്കുന്നത്. ജീരകം, നല്ല ജീരകം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി തേങ്ങ ചിരണ്ടിയത് ഒന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊടിയെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങ തിരുമ്മിയിട്ട് ഞാൻ 2 തരം പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ആ പൊടി. ഇതൊരു കപ്പും. പിന്നെ ഇത് പുട്ടുപൊടിയാണ്. ഇതിന് മുന്നിലേ നമുക്കൊരു പാത്രത്തിൽ നമുക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം തിളപ്പിക്കണം കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ, നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൂടി ഇട്ടിട്ട്, വെള്ളത്തിന് അളവൊന്നുമില്ല, നമുക്ക് പിടി കുഴച്ച് ആ മാവ് കുഴച്ചെടുക്കാനുള്ള ഇതുകളാണ് കേട്ടോ വെള്ളം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും കുറച്ച് വെളിച്ചെടുത്ത് കുഴയ്ക്കുമ്പോൾ ഒക്കെ ഇല്ലേ നമ്മുടെ കയ്യിലൊന്നും ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി എടുക്കണ്ട, തേങ്ങയും ഈ ജീരകവും കൂടെ നല്ലോണം തിരുമ്മിയിട്ട് നമ്മുടെ പൊടിയിലോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കാവേ. ഈ ഒരു ഗ്ലാസ്സിലാട്ടോ, എൻ്റെ കേക്കിൻ്റെ ആ കപ്പ് കാണുന്നില്ല, അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു ഗ്ലാസ്സിൽ എടുത്തോട്ടോ. ഇനി നമുക്ക് പുട്ടുപൊടിയും കൂടി എടുക്കാം. ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങയും ജീരകവും ഉപ്പും കൂടി ഇട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്മി. തേങ്ങ, ജീരകം, പുട്ടുപൊടി, അപ്പപ്പൊടി ഇട്ടു. ഒരു തുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ഉപ്പിട്ടുകൊണ്ട് അധികം ഇടുന്നില്ല. ഇനി നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മിയിട്ട് നമ്മൾ അടുപ്പ് വെച്ചൊന്ന് ചെറിയ തീയിൽ നല്ലോണം നമ്മുടെ വെള്ളം നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് കുറച്ച് പറ്റണം. അപ്പോൾ നമ്മുടെ ആ സത്തൊക്കെ, തേങ്ങയും ജീരകമൊക്കെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുള്ളത്. ഇവിടെ നമ്മുടെ അരിപ്പൊടിയെല്ലാം അപ്പോൾ നമ്മൾ പൊടിയെല്ലാം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളവും നമ്മൾ ഓഫ് ചെയ്തു. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനോട്ട് അരിച്ചൊഴിക്കുകയാണ്. ചെടിക്കട്ടെ, നല്ല ചൂടാട്ടോ. നമുക്ക് വെള്ളം തിളങ്ങില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടി. അത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, ഉരുട്ടാൻ പറ്റാത്ത അത്രയും ചൂടാട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഉരുട്ടി നല്ല പോള് പോലെ കുഞ്ഞു കുഞ്ഞു മതി കേട്ടോ. ഞാനൊരു ചെറിയ നമ്മൾ പിടിയെല്ലാം ഉരുട്ടി കഴിഞ്ഞ കേട്ടോ. ഇച്ചിരി പണിയുണ്ട്, എന്നാലും ഉരുട്ടാൻ മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പെട്ടെന്ന് പണി. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഈ പാത്രത്തിൽ പൊരുത്തിയാണ് ഒരു ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ മുഴുവനും ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉണ്ട ഇതിനകത്തോട്ട് ഇട്ടിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ മുങ്ങി കിടക്കാനുള്ള തേങ്ങാപ്പാലുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിനകത്തിരുന്ന് നമുക്ക് വേവിച്ചെടുക്കാം. മുറുകിപ്പോയി ഇതുണ്ടോ, പിടിയും കോഴി. കോഴിക്കറിന് പിടിയൊന്നും എടുത്തില്ല, തേങ്ങാപ്പാൽ ഒഴിച്ച കോഴിക്കറിയാണ്.